ദൈവനാമത്തിന് മഹത്വം കരയേറ്റാം. ജീവിതത്തിലെ പല പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നവരാണ് നമ്മൾ. എപ്പോഴും സന്തോഷം മാത്രമല്ല, പ്രശ്നങ്ങൾ കാണും, ദുഃഖങ്ങളും അതുപോലെ തന്നെ സന്തോഷങ്ങളും നിറഞ്ഞ ഈ ജീവിതത്തിൽ പലപ്പോഴും ആൾക്കാർ നിരാശയിലേക്കും വിഷാദ രോഗത്തിലേക്കുമൊക്കെ കടന്നുപോയി ആത്മഹത്യയിൽ വരെ എത്തിച്ചേരുന്ന ചില സംഭവങ്ങളുണ്ട്. ശരിയാണ്. ഇപ്പോൾ വീടിനകത്ത് വെള്ളം കയറി, അതുപോലെ തന്നെ മഴവെള്ളക്കെടുതി, അങ്ങനെ പല സാഹചര്യങ്ങളിലായിരിക്കുന്ന മനുഷ്യരോട് നമ്മളെന്ത് പറഞ്ഞാലും അവർക്ക് ആശ്വാസം ലഭിക്കില്ല. പക്ഷെങ്കിൽ കർത്താവിൻ്റെ വചനം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെയും ആവശ്യമില്ലാത്ത അനേക കാര്യങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ മനുഷ്യൻ്റെ ഓരോ ദിവസവും പ്രശ്നങ്ങളും അതുപോലെ തന്നെ ടെൻഷനുകളും എല്ലാം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ യഥാർത്ഥമായ വചനത്തിൽ, സത്യവചനത്തിൽ നമ്മൾ വിശ്വസിച്ചാൽ, നമ്മളതിനെ ധ്യാനിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവം തന്ന ആയുസ് സന്തോഷത്തോടും സമാധാനത്തോടും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ തന്നെ നിത്യമായൊരു ജീവിതത്തിലേക്കാണ് നമ്മളെ കർത്താവായ യേശു ക്രിസ്തു വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സന്തോഷത്തോടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. 16-ാം സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ ഗോൾഡൻ സാംസ്, അതായത് ആ 16-ാം സങ്കീർത്തനം മശിഹ സങ്കീർത്തനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഈ ഒരു സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, 8-ാമത്തെ വാക്യത്തിൽ 8 മുതലതായിട്ടുള്ള വാക്യത്തിൽ, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. ഇത് കർത്താവായ യേശു ക്രിസ്തു ഇതേ രീതിയിലാണ് ജീവിച്ചത്. ഒത്തിരി പ്രയാസങ്ങളും വിഷമങ്ങളും അതുപോലെ തന്നെ അനേകം നിന്ദകളും ഒക്കെ ഏറ്റ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ തൻ്റെ ശുശ്രൂഷ എന്തായിരുന്നു? മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി കർത്താവായ ദൈവം അയച്ച പുത്രനായ യേശു ക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി പ്രവർത്തിച്ച ശുശ്രൂഷകൾ അവിടെ ഈ ഒരു സങ്കീർത്തനത്തിലെ ഈ വചനഭാഗങ്ങൾ വളരെ പ്രാധാന്യമേറുക. അപ്പോൾ എന്നിട്ട് പറയുന്നു 9-ാം വാക്യത്തിൽ, അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു, എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. എന്തുകൊണ്ടാണ്? അതായത് ഞാൻ ദൈവത്തെ എപ്പോഴും, യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. എന്നിട്ട് അതിൻ്റെ അടുത്ത വാക്യം ശ്രദ്ധിച്ച്, 10-ാമത്തെ വാക്യം, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. അതായത് കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അങ്ങനെ പാതാളത്തിലേക്ക് പോയി തീർന്ന വ്യക്തിയല്ല, ഉയർത്തെഴുന്നേറ്റു. ഈ ഒരു സങ്കീർത്തനത്തിൽ ഇത് ദാവീദ് രാജാവിൻ്റെ സങ്കീർത്തനമാണ്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയുക, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. ശരിയല്ലേ? കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നമുക്കും ഏറ്റവും അധികം പ്രത്യാശ തരുന്ന ഒരു വചനഭാഗമായത്, ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, അങ്ങയുടെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും അങ്ങയുടെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പിതാവിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ഇന്ന് സങ്കീർത്തനങ്ങൾ 16-ന്റെ 8 മുതൽ താഴോട്ടുള്ള ഈ വചനഭാഗങ്ങൾ. ഇത് തന്നെയാണ് അപ്പോസ്തല പ്രവർത്തികളിൽ 2-ാം അധ്യായത്തിൽ 23 മുതൽ താഴോട്ട് പത്രോസ്ലീഹ മറ്റ് യഹൂദന്മാരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വചനഭാഗമാണ് ഇത്. കർത്താവിൽ പ്രിയരെ, അതുകൊണ്ട് ഈ ഒരു വചനത്തെ ശരിയായ രീതിയിൽ ധ്യാനിച്ച് നമുക്ക് സന്തോഷത്തോടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. അതിനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ.